ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഹാക്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് LTC സിലബസിൽ ഭരണഘടനയിലെ SC/STക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ആക്ടിനെ കുറിച്ചും പിന്നെ SC/ST കമ്മീഷനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ PSCക്ക് സാധാരണ ചോദിക്കാറുള്ള 3 ആക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് 3 ആക്റ്റുകളാണ് PSCക്ക് ചോദിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കിക്കോളൂ. ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് ആൻഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. ഇങ്ങനെ തന്നെയാണ് മലയാളത്തിലും ചോദിക്കാറുള്ളത്. പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് തന്നെയാണ് മലയാളത്തിലും ചോദിക്കാറുള്ളത്. ഓക്കെ, ഇതിനും പ്രത്യേകിച്ച് വേറൊരു മലയാളമൊന്നുമില്ല. അപ്പോൾ PSCക്ക് ചോദിച്ചൊരു ചോദ്യം നോക്കൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം എന്ന് പറയുന്നത് ഏതാണ്? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 ആണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം. ഇത് PSCക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഓക്കെ, ഈ ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1989 ആണ്. ഈ ആക്ട് പാസ്സാക്കിയത് 1989 ആണ്. അതും PSCക്ക് ആ വർഷം ചോദിക്കാറുണ്ട്. നിലവിൽ വന്ന വർഷവും PSCക്ക് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിൽ വന്നത് ജനുവരി 30, 1990. എന്നാണ് നിലവിൽ വന്നത്? ജനുവരി 30, 1990. ഇനി അടുത്തൊരു സെക്ഷൻ നോക്കൂ. സെക്ഷൻ 23(1) എന്ന് പറയുന്നത് ഈ ആക്ട് 1989 പാസ്സാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സെക്ഷനാണ് എന്ത്? സെക്ഷൻ 23(1). ഈ സെക്ഷൻ 23(1) എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു ആക്ട് പ്രകാരം കുറച്ച് റൂൾസ് ഉണ്ടാക്കാനുള്ള ഒരു ഓതറൈസേഷൻ നൽകി. സെൻട്രൽ ഗവൺമെൻറ്, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഈ ആക്ട് പ്രകാരം ഉള്ള കുറച്ച് റൂൾസ് ഉണ്ടാക്കാനുള്ള ഒരു ഓതറൈസേഷൻ നൽകിയൊരു സെക്ഷനാണ് ഇത്, സെക്ഷൻ 23(1). ആ റൂൾസ് നോട്ടിഫൈ ചെയ്ത വർഷമാണ് 31 മാർച്ച് 1995. അപ്പോൾ 1995 മാർച്ച് 31 ഈ റൂൾസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ റൂൾസ് നോട്ടിഫൈ ചെയ്തത്. ഇനി അടുത്ത പോയിന്റ്, ഈ ഒരു ആക്ട് പ്രകാരം കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കണം ഈ ഒരു ആക്ട് പ്രകാരം കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ കേസ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈ കേസ് അന്വേഷിക്കേണ്ടത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കണം ഈ ഒരു കേസുകൾ അന്വേഷിക്കേണ്ടത്. ഇതും PSCക്ക് ചോദിക്കാറുള്ളതാണ്. ഏത് പോലീസ് റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം ഈ ഒരു ആക്ട് പ്രകാരം വരുന്ന കേസുകളിൽ കേസ് അന്വേഷിക്കേണ്ടത് എന്ന് PSCക്ക് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഏത് റാങ്കാണ്? ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. ഓക്കെ, അപ്പം അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്, നമ്മളൊരു കേസ് എടുത്തു. ആ കേസ് എന്ന് പറയുന്നത് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് PSCക്ക് ചോദിക്കാറുണ്ട്. ഈ ആക്ട് പ്രകാരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാവണം? 30 ദിവസം. എത്ര ദിവസമാണ്? 30 ദിവസം. ഇത് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത പോയിന്റും ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അതായത് ഈ ആക്ട് പ്രകാരമുള്ള കേസിൽ വിക്ടിം ആയ SC/ST കമ്മ്യൂണിറ്റിയിലെ മെമ്പറിനെ പുനരധിവസിപ്പിക്കുന്നത് ആരാണെന്ന് PSCക്ക് ചോദിക്കാറുണ്ട്. അതായത് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന അതോറിറ്റി ആരാണ്? ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഈ ആക്ട് പ്രകാരമുള്ള കേസിൽ വിക്ടിമായിട്ടുള്ള SC/ST കമ്മ്യൂണിറ്റി മെമ്പറിനെ പുനരധിവസിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. Any person arrested is not entitled to anticipatory jail. അതായത് ഈ ആക്ട് പ്രകാരം ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം ലഭിക്കില്ല. അതും ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അതും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ആക്ട് പ്രകാരം ഉള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള മിനിമം പനിഷ്മെൻറ്റ്, അതായത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 6 മാസമാണ്. എത്രയാണ്? മിനിമം പനിഷ്മെൻറ്റ് ഫോർ വേരിയസ് ഒഫൻസസ് എന്ന് പറയുന്നത് 6 മാസമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഈ ഒരു ആക്ട് പ്രകാരം മനഃപൂർവ്വം അപമാനിച്ചാൽ ഉണ്ടാവുന്ന ശിക്ഷ എത്രയാണ്? അതായത് ഒരു SC/ST മെമ്പറിനെ മനഃപൂർവ്വം അപമാനിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം മുതൽ 5 വർഷം വരെയുള്ള തടവാണ്. എത്രയാണ്? 6 മാസം മുതൽ 5 വർഷം വരെയുള്ള തടവാണ്.
ഇതും ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. മനഃപൂർവ്വം അപമാനിച്ചാൽ, ഇൻറ്റൻഷലി ഇൻസൾട്ടിങ്, അതിൻ്റെ പനിഷ്മെൻ്റാണ് 6 മാസം മുതൽ 5 വർഷം വരെയുള്ള തടവ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഈ ആക്ട് പ്രകാരം ഒഫൻസസ് ഒക്കെ എവിടെയാണ്, അതായത് കുറ്റകൃത്യങ്ങളൊക്കെ എവിടെയാണ് വിചാരണ ചെയ്യപ്പെടുന്നത്? ഒഫൻസസ് ആർ ട്രൈഡ് ബൈ ദ കോർട്ട് ഓഫ് സെഷൻസ്. ഈ കോർട്ട് ഓഫ് സെഷൻസ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒന്നുമില്ല, ഒരു ജില്ലയിലെ ഏറ്റവും വലിയ ക്രിമിനൽ കോടതിയാണ് ഈ ഒരു ആക്ട് പ്രകാരം വിചാരണ നടപ്പാക്കുന്നത്. ഈ ഒരു ജില്ലയിലെ ഏറ്റവും വലിയ ക്രിമിനൽ കോടതിയാണ് ഈ ആക്ട് പ്രകാരമുള്ള കേസുകളൊക്കെ വിചാരണ നടപ്പാക്കുന്നത്. അതാണ് കോർട്ട് ഓഫ് സെഷൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഈ ആക്ട് ഇവിടെ കഴിഞ്ഞു. അതായത് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്നൊരു പാർട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ആക്ട് എന്താണെന്ന് നോക്കാം. ഇനി അടുത്ത ആക്റ്റാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. ഈ ആക്ടിൻ്റെ ആദ്യത്തെ പേര് എന്നറിയപ്പെടുന്നത് എന്താണ്? അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955ൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നതിന് മലയാളം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് ചോദിക്കാറ്. മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഈ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് തന്നെയാണ്? അയിത്തോച്ചാടന നിയമം എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിൻ്റെ മലയാളം ആണ്. ഓക്കെ, ഇനി PSC ചോദിച്ചൊരു ചോദ്യമാണ്, അയിത്തോച്ചാടന നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയ വർഷം ഏത്? 1955. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ തീർന്നല്ലോ. അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്, ഈ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? അയിത്തോച്ചാടന നിയമം. നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിൻ്റെ പഴയ പേരാണ് എന്ത്? അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് അഥവാ അയിത്തോച്ചാടന നിയമം എന്ന് പറയുന്നത്. ഈ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1976 ഭേദഗതി ചെയ്ത് എന്ത് പേരായത്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പേരാക്കിയത്. ഓക്കെ, അതായത് 1976 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പേര് മാറ്റിയിട്ടാണ് എന്ത് പേരായത്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന പേരും ആക്കിയത്. അപ്പോൾ ഏത് വർഷമാണ് നിയമം ഭേദഗതി ചെയ്തത് എന്ന് PSCക്ക് ചോദിക്കാറുണ്ട്. 1976 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന നിയമം ഭേദഗതി ചെയ്തത്. എന്നിട്ടാണ് എന്ത് പേരാക്കിയത്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന പേര് ആക്കിയത്. ഇനി നമ്മൾ പറഞ്ഞു അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിന് വേറൊരു പേരാണ് അയിത്തോച്ചാടന നിയമം. ഇനി വേറൊരു പേരും കൂടി, തൊട്ടുകൂടായ്മ നിയമം എന്ന് പറയുന്നത്. അതും PSCക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് തൊട്ടുകൂടായ്മ നിയമം പാസ്സാക്കിയ വർഷം 1955. അതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. PSCക്ക് ചോദിച്ചൊരു വേറൊരു ചോദ്യം നോക്കൂ. ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് പ്രകാരം അറസ്റ്റിലായ ഒരാളുടെ പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് 6 മാസം മുതൽ 2 വർഷം വരെ തടവാണ്. എന്താണ്? 6 മാസം മുതൽ 2 വർഷം തടവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റായി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിൻ്റെ പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് 6 മാസം മുതൽ 5 വർഷം വരെ തടവാണ്. പക്ഷേ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, അതായത് തൊട്ടുകൂടായ്മ നിയമത്തിൻ്റെ പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 6 മാസം മുതൽ 2 വർഷം വരെ തടവാണ്. ഓക്കെ, ഇനി SC/ST ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന വേറൊരു ആക്റ്റാണ് ഇത്. കേരള ഷെഡ്യൂൾഡ് ട്രൈബ്സ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ആക്ട്. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. കേരള ഷെഡ്യൂൾഡ് ട്രൈബ്സ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ആക്ട്. ഈ ആക്ട് എന്ത് പറയുന്നു? പ്രൊഹിബിറ്റ്സ് എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ എ മെമ്പർ ഓഫ് ST ടു എ നോൺ ST. അതായത് പ്രൊഹിബിറ്റ്സ് എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ്, ഹൗസ്, ഫാക്ടറി. അതായത് ഒരു ST മെമ്പറിൻ്റെ സ്ഥലമോ വീടോ ഒരു ഫാക്ടറിയോ ഒരു നോൺ ST മെമ്പറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യുന്നത് തടയുന്നതിനുള്ള നിയമമാണ് ഇത് കേരള ഷെഡ്യൂൾഡ് ട്രൈബ്സ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ആക്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇവിടെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. LDCക്ക് ചോദിക്കായികയൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992.
ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷനായിരുന്നു ആദ്യം. അത് നിലവിൽ വന്ന വർഷമാണ് ഇത് 1992. വർഷം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. 1992 മാർച്ച് 12 എന്ത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി അടുത്ത ചോദ്യം എക്സാമിന് ചോദിക്കുന്നതാണ്, LDCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ്? 65th, അതായത് 65ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. 1990 65ാമത്തെ ഭേദഗതിയിലൂടെ. ഈ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഏത് പാർട്ടാണ് എന്ന് PSCക്ക് ചോദിക്കാറുണ്ട്. പാർട്ട് 16 ഓക്കെ, പാർട്ട് 16 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഭരണഘടനയുടെ 330 മുതൽ 342 വരെ വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഇത് LDC എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഭരണഘടനയുടെ 330 മുതൽ 342 വരെ വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ചാണ്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ഇത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ഷെഡ്യൂൾ ഏതാണെന്ന് PSCക്ക് ചോദിക്കാറുണ്ട്. ഷെഡ്യൂൾ 5 ഷെഡ്യൂൾ 5 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുള്ളത്. ഷെഡ്യൂൾ 5 ഉള്ളത്. ഓക്കെ, ഇനി ഈ ഒരു കമ്മീഷൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്മീഷനായിരുന്നു ആദ്യം, പിന്നെ ഇത് സെപ്പറേറ്റ് ആയി. എന്നാണ് സെപ്പറേറ്റ് ആയത്? ഈ ഒരു കമ്മീഷൻ സെപ്പറേറ്റ് ആയത് 2004. ഓക്കെ, അതും PSCക്ക് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. നമ്മൾ പറഞ്ഞു ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സെപ്പറേറ്റ് ആയത് 2004. അപ്പോൾ എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതിന് പ്രത്യേകം ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ അത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്ന് PSCക്ക് ചോദിക്കാറുണ്ട്. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളാം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇത് LDC പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളതാണ്, ചോദിച്ചിട്ടുമുണ്ട്. 89ാം ഭേദഗതിയിലൂടെയാണ് ഒരു പ്രത്യേക ദേശീയ കമ്മീഷൻ ഇത് സെപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, ഇത് പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് 2003 89ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു. അടുത്ത ചോദ്യം നോക്കൂ, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. SC/ST കമ്മീഷൻ, അതായത് പ്രത്യേകമുള്ള SC/ST കമ്മീഷൻ്റെ സ്പെഷ്യൽ ഓഫീസറിനെ പ്രസിഡന്റ് നിയമിക്കുന്നത് ഏത് ആർട്ടിക്കിളിലൂടെയാണ്? ആർട്ടിക്കിൾ 338. സ്പെഷ്യൽ ഓഫീസറിനെ പ്രസിഡന്റ് നിയമിക്കുന്നത് ആർട്ടിക്കിൾ 338ലൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് പട്ടികജാതി ദേശീയ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. 2004 പട്ടികജാതി ദേശീയ കമ്മീഷൻ നിലവിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് പട്ടികജാതി പട്ടികവർഗ ദേശീയ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കമ്മീഷനായിരുന്നു. അത് സെപ്പറേറ്റ് ചെയ്ത് 2004 പട്ടികജാതി ദേശീയ കമ്മീഷനും പിന്നെ പട്ടികവർഗ ദേശീയ കമ്മീഷനും സെപ്പറേറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ 2004 പട്ടികജാതി ദേശീയ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണിത്. ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ആസ്ഥാനം ന്യൂഡൽഹി. ഇതിൻ്റെ ആർട്ടിക്കിൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 338 പട്ടികജാതി ദേശീയ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ. ഇതിൻ്റെ മെമ്പേഴ്സും ചോദിക്കാറുണ്ട്. 5 മെമ്പേഴ്സാണ് പട്ടികജാതി ദേശീയ കമ്മീഷനുള്ളത്. ഒരു ചെയർമാൻ, വൈസ് ചെയർമാൻ, പിന്നെ ബാക്കി 3 അംഗങ്ങൾ, അങ്ങനെ 5 മെമ്പേഴ്സാണ് പട്ടികജാതി ദേശീയ കമ്മീഷനുള്ളത്. കാലാവധി 3 വർഷം. അതും ചോദിക്കാറുണ്ട് PSCക്ക്. പട്ടികജാതി ദേശീയ കമ്മീഷൻ്റെ മെമ്പേഴ്സിൻ്റെ കാലാവധി 3 വർഷമാണ്. അത് നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അതും ചോദിക്കാറുണ്ട്, നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാൻ, ഇപ്പോഴത്തെ ചെയർമാൻ രാം ശങ്കർ കത്തേരിയ. അതും ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് പട്ടികവർഗ ദേശീയ കമ്മീഷൻ നിലവിൽ വരുന്നതും 2004. നേരത്തെ പറഞ്ഞു പട്ടികജാതി ദേശീയ കമ്മീഷൻ 2004, പട്ടികവർഗ ദേശീയ കമ്മീഷനും 2004. ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് പട്ടികവർഗ ദേശീയ കമ്മീഷൻ. ആസ്ഥാനം ന്യൂഡൽഹി തന്നെ. ആർട്ടിക്കിൾ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു പട്ടികജാതി ദേശീയ കമ്മീഷന് 338. ഇതിൻ്റെ ആർട്ടിക്കിൾ 338A ആണ്. ഓക്കെ, ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5 തന്നെ. കാലാവധി 3 വർഷം. നിയമിക്കുന്നത് പ്രസിഡന്റ്.
ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് കൻവർ സിംഗ് ആണ്. അത് PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നന്ദ് കുമാർ സായ്. പട്ടികവർഗ ദേശീയ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ നന്ദ് കുമാർ സായ്. ഓക്കെ. ഇനി PSC ചോദിക്കുന്നത് SC/ST ബന്ധപ്പെട്ടുള്ള ഒരു വേറൊരു ഫാക്റ്റാണ് ആർട്ടിക്കിൾ 164. അതായത് ആർട്ടിക്കിൾ 164 പട്ടികവർഗ ക്ഷേമത്തിന് പ്രത്യേക മന്ത്രിസഭ രൂപം കൊണ്ടു. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ആ സംസ്ഥാനങ്ങളുടെ പേരും ചോദിക്കാറുണ്ട്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്. പക്ഷേ ആർട്ടിക്കിൾ 164 പ്രകാരം ആദ്യം പ്രത്യേക മന്ത്രിസഭ പട്ടികവർഗ ക്ഷേമത്തിന് പ്രത്യേക മന്ത്രിസഭ ഉണ്ടായിരുന്നത് 3 സംസ്ഥാനങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അതേതൊക്കെയായിരുന്നു? ബീഹാർ, മധ്യപ്രദേശ്, ഒഡീഷ. പിന്നെയാണ് ബീഹാറിനെ ഒഴിവാക്കിയിട്ട് ഛത്തീസ്ഗഡും ജാർഖണ്ഡും നിലവിൽ വന്നത്. ബീഹാറിനെ ഒഴിവാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2006 94 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ബീഹാറിനെ ഒഴിവാക്കിയത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി PSCക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം നമുക്ക്. ആർട്ടിക്കിൾ 330 LDCക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 330, 32, 341, 42 ഒക്കെ ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 330 എന്ന് പറയുന്നത് എന്താണ്? SC/STക്ക് ലോകസഭയിലേക്കുള്ള റിസർവേഷന് പറയുന്നതാണ് ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 330. SC/STക്ക് നിയമസഭയിലേക്കുള്ള റിസർവേഷന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 332. നിയമസഭയിലേക്കുള്ള റിസർവേഷൻ 332, ലോകസഭയിലേക്കുള്ള റിസർവേഷൻ 330. ഇനി അടുത്ത ചോദ്യം, SC അല്ലെങ്കിൽ പട്ടികജാതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഇത് 341. പട്ടികജാതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 341 ചോദിക്കാറുണ്ട്. ഇനി പട്ടികവർഗം അഥവാ STയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഇത് 342. 342 ഏതാണ്? പട്ടികവർഗം അഥവാ ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 342. ഇനി അടുത്ത ചോദ്യം നോക്കുക. അത് PSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു 341, 342. ഇനി അടുത്തത് തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഒരുപാട് തവണ PSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 17. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. പാർലമെന്റിൽ എത്ര സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്? പാർലമെന്റിൽ എത്ര സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്? എത്ര? 84. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണത്. പാർലമെന്റിൽ എത്ര സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്? 84. പട്ടികവർഗത്തിന് എത്രയാണ്? 47. അത് PSCക്ക് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാനൊന്ന് എഴുതിയെന്നുള്ളൂ. പട്ടികവർഗത്തിന് 47. അടുത്ത ചോദ്യം നോക്കൂ. അത് PSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. കേരള നിയമസഭയിൽ പട്ടികജാതി സംവരണ മണ്ഡലം എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണമാണ് കേരള നിയമസഭയിൽ പട്ടികജാതി സംവരണ മണ്ഡലം ഉള്ളത്. ഓക്കെ. ഇനി പട്ടികവർഗ സംവരണ മണ്ഡലം കേരള നിയമസഭയിലേക്കുള്ള പട്ടികവർഗ സംവരണ മണ്ഡലം എത്ര എണ്ണം? 2 എണ്ണം ഉള്ളത്. ആ സ്ഥലവും നമ്മൾ പഠിച്ചു വെക്കണം. അതും PSCക്ക് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? മാനന്തവാടി, സുൽത്താൻ ബത്തേരി. പട്ടികവർഗ സംവരണ മണ്ഡലം കേരള നിയമസഭയിലേക്ക് 2 എണ്ണമാണുള്ളത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി. ഞാൻ അടുത്ത ചോദ്യം നോക്കൂ. അതും PSCക്ക് ചോദിക്കാറുണ്ട്. ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും എത്ര സംവരണ മണ്ഡലമുണ്ട്? 2 സംവരണ മണ്ഡലമാണുള്ളത്. ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും എത്ര സംവരണ മണ്ഡലമുണ്ട്? 2 എണ്ണമാണ്. ആ സ്ഥലവും പഠിച്ചു വെക്കണം. ആലത്തൂർ, മാവേലിക്കര. ഏതൊക്കെ സ്ഥലം? ആലത്തൂരും മാവേലിക്കരയും. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ശിഖ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ക്ലാസ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ടാവും കേട്ടോ. ഒരു SC/STയുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള പാർട്ട് 2 ആയിട്ട് വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.